അപ്പോ ചടങ്ങ് തുടങ്ങല്ലേ? CPIM തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ മേയർ ആര്യ രാജേന്ദ്രന് രൂക്ഷ വിമർശനം. അങ്ങനെ തന്നെ വേണം. അല്ല, രാശിപ്രകാരം അങ്ങനെ വന്നേ പറ്റുള്ളൂ. മേയറുടെ പെരുമാറ്റം അഹങ്കാരം നിറഞ്ഞതാണെന്നും ഇത് പൊതുജനങ്ങൾക്കിടയിൽ അവമതിപ്പുണ്ടാക്കിയെന്നും KSRTC ബസ് നടുറോഡിൽ തടഞ്ഞ സംഭവത്തിൽ മെമ്മറി കാർഡ് കിട്ടാത്തത് നന്നായെന്നും വിമർശനമുയർന്നു. അയ്യോ, അതെന്ത്? നിന്റെ കയ്യിലിരിപ്പതായിരുന്നല്ലോ. അതന്നത്തെ ചോരത്തിളപ്പിന്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി പറയാനുള്ളത്, നഗരഭരണം നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് മേയർ കാര്യങ്ങൾ എത്തിച്ചു. നല്ല തറവാട്ടി പറഞ്ഞ കുട്ടി. നീ മേയറുടെ പരിചയക്കുറവ് നഗരഭരണത്തിൽ തിരിച്ചടിയായെന്നും വിമർശനം വന്നു. അയ്യോ, ഇങ്ങനെ പെമ്മക്കൾ ഉണ്ടാവനെ പുണ്യം ചെയ്യണം. ഈ KSRTC ഡ്രൈവർമാരുടെ തർക്കം അത് നാണക്കേടുണ്ടാക്കി. അപക്വമായ ഇടപെടലാണ് മേയറുടെയും MLA-യുടെയും ഭാഗത്തു നിന്നുണ്ടായത്. നീ അന്ന് നോവിച്ചു വിട്ടതൊരു പാമ്പിനെയാടാ. മേയറുടെ പരിചയക്കുറവ് നഗരഭരണത്തിൽ തിരിച്ചടിയായെന്നും ഇന്ന് ചേർന്ന CPM സംസ്ഥാന കമ്മിറ്റിയിൽ CPM ജില്ലാ കമ്മിറ്റിയിൽ വിമർശനം ഉയർന്നു. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഇനി വരുന്നിടത്ത് വെച്ച് കാണാം. ഉടനെ സ്ഥലം എങ്ങോട്ടെങ്കിലും. മെമ്മറി കാർഡ് കിട്ടിയിരുന്നെങ്കിൽ ഈ പ്രകോപനം നാട്ടുകാർ കാണുന്ന അവസ്ഥയുണ്ടായിരുന്നു. രണ്ടുപേരും ഇക്കാര്യത്തിൽ പക്വത കാണിച്ചില്ല. വേൾഡിൽ ഇതുപോലെ ഒന്നേ ഉള്ളൂ. ഇവിടെ ഉണ്ടാക്കിയ ശേഷം പടച്ചോനെ അച്ഛൻ ഉടച്ചു കളഞ്ഞു. മേയറുടെ പെരുമാറ്റം എപ്പോഴും അഹങ്കാരം നിറഞ്ഞതാണെന്നും നിനക്ക് അഹങ്കാരം വളരെ കൂടുതലാണ്. അയ്യോ, ഞാൻ ഒരു പാവല്ല. മേയറും കുടുംബവും നടുറോട്ടിൽ കാണിച്ചത് ഗുണ്ടായിസമാണ് എന്നുള്ള വിമർശനവും ഈ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ഉയർന്നിട്ടുണ്ട്. പാരമ്പര്യമായിട്ട് ഗുണ്ടകളുള്ള തറവാടായിരുന്നു എന്റേത്. എന്റെ അച്ഛൻ ഗുണ്ട, എന്റെ അമ്മാവൻ ഗുണ്ട. ഈ ഒരു വിവാദം ജനങ്ങൾക്കിടയിൽ ഒരു അവമതിപ്പാണ് ഉണ്ടാക്കിയത്. പൊതു സമൂഹത്തിനിടയിൽ അതൊരു വലിയ മോശം ഇമേജ് ആണ് ഉണ്ടാക്കിയത് എന്ന തരത്തിലുള്ള ചർച്ചയാണ് ജില്ലാ കമ്മിറ്റിയിൽ ഉയർന്നത്. കേട്ടില്ലേ? ട്രൂത്ത് ഈസ് അണ്ടർവെയർ. സത്യത്തെ ഒരിക്കലും മറച്ചു വെക്കാൻ പറ്റില്ല. ഏതായാലും കോർപ്പറേഷന് ഇങ്ങനെ പോയാൽ ശരിയാകില്ല എന്നൊരു വിലയിരുത്തൽ പൊതുവായി ഉയർന്നിട്ടുണ്ട്. ഏതായാലും കടുത്ത വിമർശനമാണ് ഈ വിഷയത്തിൽ ജില്ലാ കമ്മിറ്റിയിൽ ഉയർന്നത്. എന്ത് പറ്റി? കുറച്ചു മുമ്പ് 7 മുഴം നീളമായിരുന്നല്ലോ നിന്റെ നാക്കിന്. നിന്റെ ഭാവം കണ്ടപ്പോ ഞാൻ വിചാരിച്ചു നീ എന്നെ ഉരുട്ടി ചവിട്ടി പിടിച്ച് അങ്ങനെ കുടിച്ച് കളയാന്ന്. അങ്ങനെ ഒന്നും ഞാനും ആലോചിക്കാതിരുന്നില്ല. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ